ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എയർലൈൻ നൈറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ബാക്കിലെ നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു റൗണ്ട് ഷേപ്പ്, ഒരു യു ഷേപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഒരു 3.5 ഇഞ്ച് വിഡ്ത്തും അതുപോലെ തന്നെ 3.5 ഇഞ്ച് ലെങ്ത്തും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ക്രോസ് പീസ് വെച്ചിട്ടാണ് ആ ഒരു നെക്ക് ജോയിൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒരു 2 ക്രോസ് പീസിനെ ഒരുമിച്ച് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ അത് വെച്ചിട്ടാണ് നെക്ക് അടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ക്രോസ് പീസിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കട്ട് ചെയ്യാന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളതിനെ പകുതി ഇതുപോലെ മടക്കിയതിന് ശേഷം ഇതേപോലെ ആ ഒരു റൗണ്ടിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു 2 പീസ് തന്നെ മതിയാവും. അപ്പോൾ ഇതിനൊന്ന് ഒപ്പത്തിന് വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലെ കണ്ടോ, ഈ ഒരു ഇതിനെ ഇതേപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര കോൾഡും പനിയൊക്കെയാണ്, അപ്പോൾ അത് കാരണം കൊണ്ട് ശ്വാസം എടുക്കുന്നതിനൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കേൾക്കുന്ന സമയത്ത് ഞാൻ വല്ലാതെ ശ്വാസം വലിക്കുന്ന പോലെ തോന്നുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും അതൊന്ന് ഇഗ്നോർ ചെയ്യുക. കുറച്ച് പനി, കോൾഡ്, തുമ്മലൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നല്ല സൈഡിൽ വെച്ചിട്ട് ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ ക്രോസ് പീസ് ആയതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ വേണമെങ്കിലും വളയ്ക്കാം, ചുളിവും കാര്യങ്ങളൊന്നും വരില്ല. ഓക്കെ, അപ്പോൾ അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ബാക്ക് സൈഡിലോട്ട് മറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഇതിന് മുൻപും നമ്മൾ പല വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് ഇത് അറിയുന്നുണ്ടാവും, കാരണം അവർ കുറേ വീഡിയോസ് കണ്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് കറക്റ്റായിട്ട് അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ചെയ്തെടുത്തപ്പോൾ ഒരു 3 സ്റ്റിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കത് നല്ല ഇതായിട്ടിരിക്കും. പെട്ടെന്നൊരു സ്റ്റിച്ചൊക്കെ ആണെങ്കിൽ മേ ബി അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഒരു 3 സ്റ്റിച്ച് ഇട്ടിട്ട് അതിനവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളതിൻ്റെ സൈഡിലായിട്ട് ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചെരിച്ച് പിടിച്ചിട്ട് വേണം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴാണ് നമുക്കത് നല്ല രീതിയിൽ തന്നെ തിരിഞ്ഞ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് പാർട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ ഫ്രണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ബാക്ക് നെക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല, അത് കാണിക്കുക കേട്ടോ, വഴിയെ കാണിക്കുക. അത് അടുത്ത ടൈമിലാണ് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ നമുക്കത് കാണിക്കാം. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു കളറ് തുണിയിലാണ് നിങ്ങൾക്ക് നെക്ക് എങ്ങനെ അടിക്കണതെന്ന് കാണിച്ചു തരുന്നത്. കാരണം സെയിം ക്ലോത്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ സെയിം ഫ്രണ്ട് നെക്കിൻ്റെ മെഷർമെൻറ്റ് ഇതിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. 3.5 ഇഞ്ച് വിഡ്ത്തും ഒരു 5.5 ഇഞ്ച് ലെങ്ത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും ലെങ്ത്ത് കൊടുക്കണ്ട, എനിക്ക് കുറച്ച് നെക്ക് വൈഡായിട്ട് വന്ന പോലെ തോന്നി. അപ്പോൾ നിങ്ങളൊരു 4 ഇഞ്ചോ അല്ലെങ്കിൽ 4.5 ഇഞ്ചോ കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് സൈഡിലോട്ട് ഒരു 2 ഇഞ്ച് വീതിക്ക് ഇതുപോലെ നമ്മളൊരു സ്ക്വയർ പീസായിട്ട് വേണം എടുക്കാൻ. നടുക്കിലൊരു ജസ്റ്റ് ഒരു കട്ടിട്ട് കൊടുക്കുക, നമുക്ക് ആ ഒരു കറക്റ്റ് ഇതറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്പുറത്ത് കൂടി ഞാൻ ഒരു 1/2 ഇഞ്ചിലും ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലൈനിൽ കൂടിയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഫസ്റ്റ് വരച്ചിട്ടുള്ള ലൈൻ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല വശം ഈ തുണിയായിട്ട് ഇതുപോലെ യോജിപ്പിച്ച് വെച്ച് പിന്നെ കുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ 3 സൈഡിലും. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവാതെ അവിടെ ഇരിക്കും. ഓക്കെ, രണ്ടിൻ്റെയും സെൻറ്റർ പോയിൻ്റ് നോക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതുപോലെ അടിച്ചു കൊടുക്കണം. അതിന് ശേഷം ഇതേപോലെ വെട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് അറിയുന്നുണ്ടാവും വെട്ടി കൊടുക്കാനൊക്കെ എല്ലാവർക്കും. ഇനി സൈഡ്സിൽ നമുക്ക് ക്രോസ് ആയിട്ട് ലൈൻസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങളൊരു 3 വട്ടമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതവിടെ സെറ്റായിട്ട് നിൽക്കും കേട്ടോ. ഇനി ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ബാക്കിലോട്ട് നമ്മൾ തിരിച്ചു കൊടുക്കണം. കണ്ടോ, അപ്പോൾ ബാക്ക് സൈഡിൽ ഇതേപോലെ ഫിനിഷായിട്ട് വരും. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് കുറച്ച് മടക്കിയിട്ട് ഇതുപോലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ ആ ഒരു പോർഷൻ സെറ്റായി കിട്ടും. കണ്ടോ, അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്കിത് ബാക്കിൽ അടിക്കുമ്പോൾ ഫ്രണ്ടിൽ കറക്റ്റായിട്ട് വരില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഫ്രണ്ട് പോർഷനിൽ ഇതേപോലെ 1 ഇഞ്ചിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഫ്രണ്ടിൽ വെച്ചിട്ട് അടിച്ചോ. അപ്പോൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ആ ലൈൻ വരില്ല എന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ ഫ്രണ്ടിൽ പതിച്ച് വെച്ചിട്ട് അടിക്കുക. അപ്പോൾ ബാക്ക് സൈഡും കൂടി അവിടെ സെറ്റായിട്ട് ഇരിക്കും ചെയ്യും. നമ്മുടെ ആ സ്റ്റിച്ച് വളഞ്ഞ് പോവുക കാര്യങ്ങളൊന്നുമില്ല, നീറ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർ അങ്ങനെ ചെയ്ത് നോക്കുക.
കുറച്ച് പാടാണ്, നമുക്ക് എളുപ്പം മറ്റോണം അടിക്കാനാണ്, ഇതൊക്കെ വരച്ചടിക്കുക എന്ന് പറയുമ്പം. എന്നാലും കുറച്ച് ഫിനിഷിങ്ങിൽ കിട്ടും തുടക്കത്തിൽ ചെയ്യുന്നവർക്ക്. പിന്നെ പ്രാക്ടീസ് ആകുമ്പോൾ സെറ്റ് ആയിക്കോളും. then അതിന് ശേഷം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാണ്. ഷോൾഡർ ജോയിൻ ചെയ്യാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു, കാരണം നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, എന്നാലും പറയാം. അപ്പോൾ രണ്ട് പോർഷൻസ് നമ്മൾ ഒരുമിച്ച് വെച്ചതിന് ശേഷം നല്ല വശത്തേക്ക് ബാക്ക് പോർഷൻ വെക്കുക. അതാ കണ്ടോ. എന്നിട്ട് ആ ബാക്ക് പോർഷൻ്റെ നമ്മൾ അടിക്കാതെ വിട്ടിരുന്നില്ലേ ആ സീം എലവൻസ് ഉള്ള ഭാഗം, അതിന് ഇതേപോലെ തിരിച്ച് പിടിക്കാം. തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കെട്ടിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക, ഉരുപ്പോവാതിരിക്കാനായിട്ട്. ഒരു 3 സ്റ്റിച്ച് ഇട്ടിട്ട് തിരിച്ചെടുക്കുന്ന സമയത്ത് നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് ഷോൾഡർ കിട്ടും. ഇപ്പം നമ്മളെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യുക, ഷോൾഡർ നല്ല ഫിനിഷായിട്ട് കിട്ടാനായിട്ട് കേട്ടോ. ഓക്കെ, ഇനിയാണ് നമ്മൾ ബാക്ക് നെക്ക് പതിച്ചടിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ബാക്ക് നെക്ക് പതിച്ചടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ. അതിന് ശേഷം നമുക്ക് പടി വെക്കേണ്ട കാര്യം വിട്ടുപോയതാണ്. ശരിക്കും ഞാൻ മറന്നുപോയി. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പടി വെക്കണം എന്നുള്ളത്. അപ്പോൾ ഞാനതിന് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ സെൻറ്റർ ഭാഗം കണ്ടിട്ട് ഒരു 6.5 ഇഞ്ച് ഇതുപോലെ സെൻറ്റർ ഭാഗം കാണുന്നുണ്ട്. എന്നിട്ട് ആ ഒരു 6.5 ഇഞ്ചിൽ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്ത് വെച്ചിട്ടാണ്, അവിടെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ടാണ് സെൻറ്റർ പോർഷൻ കണ്ടിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്കൊരു 6.5 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് രണ്ട് സൈഡിൽ പടി വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഈ കറക്റ്റ് അതിലും കുറച്ച് കൂടുതലായിട്ട് എടുക്കുക. ഒരു ഇഞ്ചോളം കൂടുതൽ എടുക്കണം. എന്നാലേ നമുക്ക് ആ മോൾ ഭാഗത്ത് ഇതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മടക്കി വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ റോങ് സൈഡിൽ വെച്ചിട്ടാണ് ഒരു പീസിനെ ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുന്നത്. അതിനെ നമുക്ക് തിരിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ നല്ല വശത്തോട്ട് നല്ല വശം വരണം. കണ്ടോ, റോങ് സൈഡിൽ വെച്ചിട്ട് അടിക്കുമ്പോൾ നമ്മളിങ്ങനെ നല്ല വശത്തോട്ടാണ് അതിനെ തിരിച്ചെടുക്കുന്നത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്ന വീഡിയോ കാണുമ്പോൾ. ബാക്ക് സൈഡിൽ വെച്ച് അടിച്ചിട്ട് നല്ല വശത്തോട്ട് മറച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് നമ്മൾ എവിടം വരെയാണോ കട്ട് ചെയ്തിട്ടുള്ളത് ആ ഒരു ലെങ്ത്ത് കറക്റ്റ് മതി ഈ ഒരു തുണിക്ക്. പിന്നെ ഒരു 1/2 ഇഞ്ച് കൂടുതൽ വേണം നമുക്ക് അവിടെ ഫ്രണ്ടിൽ ഫസ്റ്റ് അടിക്കുമ്പോൾ കുറച്ചിങ്ങനെ ഒന്ന് മടക്കി വെക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ നല്ല വശത്ത് തന്നെയാണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് ബാക്കിലോട്ടാണ് മടക്കുന്നത് കേട്ടോ. അപ്പം നല്ല വശത്ത് വെച്ചിട്ട് ഇതേപോലെ 2 വട്ടമായിട്ട് നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്കുക, അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വരുന്ന രീതിയിൽ വെക്കണം. അപ്പോൾ ഒരു 1 ഇഞ്ചാണ് നമുക്ക് മൊത്തത്തിൽ അവിടെ ഒരു പടി വരുന്നത്. അപ്പോൾ ഇനി ഇതിന്മേ നിങ്ങൾക്ക് ഹുക്സ് വെക്കാം. ഹുക്ക് വെക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ളത് ഞാൻ ചോക്ക് വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സൈഡിൽ നിങ്ങൾ ഇതേപോലെ ഈ ഒരു ഞാൻ വരയ്ക്കുന്നില്ലേ ചോക്ക് വെച്ചിട്ട്, ആ ചോക്ക് വെച്ച് വരച്ചേമ്പോൾ കൂടെ വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ദെൻ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഹുക്സും കൊടുക്കണം. അപ്പോഴാണ് നമുക്കവിടെ കൊളുത്താനായിട്ട് പറ്റുള്ളൂ ഹുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഹുക്സ് ഒന്നും കൊടുക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ആ ഒരു മെത്തേഡ് കാണിച്ചെന്നാണ്. ഞാനിപ്പോൾ അതിനെ ആ ഒരു ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു പടിയുടെ മുകളിലോട്ടായി വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്തത്. അപ്പോൾ നമ്മുടെ പടി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് 2 നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, അപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ഓപ്പൺ റൗണ്ടിൻ്റെ അവിടെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്തെടുക്കണം. സ്ലീവ് വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ വീണ വിഷ്ണു എന്ന് പറഞ്ഞിട്ടൊരു പേജുണ്ട്. അപ്പോൾ അതിലൊന്ന് DM ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ റിപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വീണ വിഷ്ണു എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്നത് നോക്കിയോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷേപ്പ് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പാട് അവിടെ ഉണ്ടാവും നമ്മുടെ തുണിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ആ ഒരു ലൈനിൽ കൂടെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമ്മ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിൻ്റെ ടു ഹിപ്പ് വരെയുള്ള ഭാഗത്താണ് നമ്മൾ കുറച്ച് ഒന്ന് ഷേപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ബാക്കി താഴോട്ട് നമ്മൾ ആ ഒരു അറ്റത്ത് കൂടെ ആയിട്ട് ഒരു 1/2 ഇഞ്ചിലോ 1 ഇഞ്ചിലൊക്കെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് കേട്ടോ. കാരണം മാക്സിയൊക്കെ നമുക്ക് താഴേക്ക് നല്ല ലൂസായിട്ടല്ലേ കിടക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അതിനുശേഷം താഴ്ഭാഗം മടക്കി അടിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് കൂടെ കംപ്ലീറ്റ് ആവും. താഴ്ഭാഗം നമ്മൾ 1.5 ഇഞ്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു ഇതിൽ ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കുക, പിന്നെ ഇതുപോലെ 1 ഇഞ്ചിൽ മടക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാക്സിയുടെ സ്റ്റിച്ചിങ്. പിന്നെ പടി വെക്കാൻ ഇതുപോലെ വെക്കാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പടിയുടെ ഷേപ്പിൽ നിങ്ങളൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് നെക്ക് ഫിനിഷ് ചെയ്യുന്നതിന് മുൻപായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി. ഇത്രയും കഷ്ടപ്പെട്ട് കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക്